ദൈവത്തെ ഓർത്തിട്ട് ഞങ്ങളെ ഇനി ഉപദ്രവിക്കരുത്. ഇതൊരു അപേക്ഷയാണ്. കാരണം വേറെ ഒന്നുമല്ല സുഹൃത്തുക്കളെ, ഞങ്ങളൊരു കല്യാണം കഴിച്ചതേ ഉള്ളൂ. അത് ഞങ്ങളുടെ മകൾ എടുത്തിട്ട് വീഡിയോ ഒക്കെ ഇട്ടു. ഇപ്പോഴെനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഒരു പാപം അമ്മച്ചിയും ഒരു അപ്പാപ്പനും വന്ന് പറയും, ആൾക്കാർ കല്യാണം കഴിക്കുന്നുണ്ട്. ഇതെന്താ നാണപ്പ, എപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവരെ ചൊറയാന്നല്ലോ ഭഗവാനെ. അതായത് ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനലിൽ വന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് ഇനിയിപ്പോൾ അത് റിയാക്ട് ചെയ്യേണ്ടേ നമുക്ക്? അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റിയാക്ട് ചെയ്യത്തില്ലേ? നമ്മൾ ആരെങ്കിലും ഇവരെ പുറകെ പോയിട്ടുണ്ടോ? നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചു കുറേ കോപ്രായങ്ങൾ നടത്തിയപ്പോൾ അതിനെതിരെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നിർത്തിയതല്ലേ? നമ്മൾ നിർത്തി കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവളുടെ മകൾ തന്നെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതുപോലെ തന്നെ എനിക്ക് ചോറ് തിന്നാൻ കൊതിയാകുന്നു. അപ്പോൾ അങ്കിള് പറഞ്ഞ കാര്യമുണ്ടല്ലോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഡേറ്റ് ഇല്ല. അതെന്താ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഡേറ്റ് ഇല്ലാതെ? ഒരു മനുഷ്യൻ ഡേറ്റ് ആണെങ്കിലും എന്ന് പറഞ്ഞാൽ അങ്ങോളം ഡേറ്റ് തന്നെയായിരിക്കും. ഫംഗ്ഷൻ ഉള്ളപ്പോൾ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, പൈസ കൊടുക്കാണ്ട് നല്ലോണം വെട്ടി വിഴുങ്ങുക. അതന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല. എന്നിട്ട് പറയും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ആക്രമിക്കുന്നത്, ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് കമൻ്റ് ഇടുന്നത്. നിങ്ങൾ തന്നെയല്ലേ കമൻ്റ് ഇടാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നത്? ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് രശ്മി ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ടാ? എങ്ങനെയാണ് പ്രകാശേട്ടാ നിങ്ങളുടെ ജീവിതം എന്ന് ചോദിച്ചിട്ടുണ്ടാ? ഒരാൾ പോലും ചോദിച്ചിട്ടില്ലല്ലോ. പക്ഷെ നിങ്ങൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വന്നിട്ട് ഓരോ വീഡിയോസ് കൊടുക്കുക, ഇൻ്റർവ്യൂ കൊടുക്കുക. അതുമാത്രവുമല്ല, ഇപ്പോൾ ലാസ്റ്റ് വന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെങ്ങാതിന് എന്ത് തംലൈൻ ഇട്ടിട്ടാണ് അതിന് മാർക്കറ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. കാരണം ഇവർ പറയുന്നൊന്നുമല്ല ഇവർ തംലൈൻ ഇടുന്നത്. അത് മനസ്സിലാക്കുന്നത് നിങ്ങളെല്ലാവരും തന്നെ കണ്ടൻറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ നല്ല ഒരു മാതൃകാ ദമ്പതികളോ അല്ലെ ഇതായതുകൊണ്ടൊന്നുമല്ല. ഈ വയസ്സുകാലത്ത് നിങ്ങൾ കല്യാണം കഴിച്ചതും അതുമാത്രവുമല്ല നിങ്ങളുടെ പഴയ ലൈനിനെയാണ് കല്യാണം കഴിച്ചത് എന്ന് നിങ്ങളുടെ മകളും നിങ്ങളൊക്കെ അന്ന് വന്ന് ആ കല്യാണ കോപ്രായത്തിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ കല്യാണം ഇത്രയും വിവാദമായത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർ എത്ര ആൾ കല്യാണം കഴിക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ബൈക്കുള്ള ഒരു കല്യാണം കഴിയുന്നത്, അതും ഇതേപോലെ തന്നെ കുറച്ച് പ്രായം ചെന്നവരാണ്. ആരെങ്കിലും പോയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, ആരെങ്കിലും പോയിട്ട് യൂട്യൂബ് ചാനൽ കൊടുക്കുന്നില്ല. ഇത് യൂട്യൂബ് ചാനലിൽ കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ് കല്യാണമെങ്കിൽ അത് നിങ്ങളുടെ മകൾ നല്ല രീതിയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മകളോട് പറയാം, മോളെ ആ വീഡിയോ ഒന്ന് പിൻവലിച്ച് കള, അത് വേണ്ട നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരാനില്ല. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോക്കകത്ത് പറയുന്നത് നമ്മളെല്ലാം കേട്ടതാണ്. എനിക്ക് ചോറ് തിന്നാൻ കൊതിയാകുന്നു, എനിക്ക് ഇത് തിന്നാൻ കൊതിയാകുന്നു. എടോ, ഒരു മനുഷ്യന്മാർക്ക് എല്ലാ കൊതിയും ഉണ്ടാകും. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്വദിച്ച് തിന്ന് ജീവിക്കുമല്ലേ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് പട്ടിണി കിടക്കുകയല്ലേ. ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ പട്ടിണിയൊന്നുമല്ല, നിങ്ങൾ അങ്ങേരുടെ ഡയറ്റാണ്. പക്ഷെ എന്നാലും അങ്ങേര് പറയുന്ന കാര്യങ്ങളിൽ കുറേ പൊരുത്തക്കേടുണ്ട്. അതായത് അങ്ങേര് പറയുകയാണ് കല്യാണത്തിന് ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡേറ്റ് ഇല്ല. ഏതോ സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞ പോലെ എന്നാൽ പിന്നെ എപ്പോഴും ഇവർ അപ്രൻറ്റീസ് ആക്കാമെന്ന്. അതേപോലെയാണ്. അതായത് കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഡേറ്റ് ഇല്ല, എല്ലാ ദിവസവും കല്യാണം ഉണ്ടെങ്കിൽ അപ്പോൾ ഡേറ്റ് ഇല്ല. അപ്പോൾ ഡേറ്റ് എന്തിനാണ്? ഞാൻ പറഞ്ഞല്ലോ, പൈസ മുടക്കാതെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും തിന്നാം. പൈസ മുടക്കിയിട്ട് കിട്ടുന്നതിന് നമുക്ക് ഡേറ്റ് എന്ന് പറയാം. പിന്നെ നിങ്ങൾ പറയുന്ന 8 മുട്ട തിന്നുന്നുണ്ട്, 4 മുട്ട തിന്നുന്നുണ്ട്, ആരാ ചോദിക്കുന്നത്? ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ 2 മുട്ടയും അപ്പം ഒക്കെ തിന്ന് ജീവിക്കുന്നവരാ. രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 അപ്പം ഇങ്ങനെ എടുത്ത് ആ മുട്ടയിൽ ഇങ്ങനെ കുഴച്ച് മുക്കി അടിക്കുമ്പോൾ അതിൻ്റെ സുഖം ഉണ്ടല്ലോ, ഒരു വേറെ തന്നെയാണ്. പിന്നെ ഉച്ചക്കാണെങ്കിൽ ഇച്ചിരി ചോറും മീൻകറിയും കുഴച്ച് അടിക്കുമ്പോൾ ഇല്ലേ, അതിൻ്റെ സുഖം വേറെ തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഉണ്ടംപൊരിയും ഇല്ലെങ്കിൽ 2 പഴംപൊരിയോ ഒരു ഗ്ലാസ് ചായയും കിട്ടുമ്പോൾ അതൊരു വലിയ സംഭവം തന്നെയാണ്. രാത്രിയാണെങ്കിൽ ഇച്ചിരി വെജിറ്റബിൾ കുറുമയോ എന്നിട്ട് ഒരു 2 3 ചപ്പാത്തി, അതൊരു മനുഷ്യനെ ആഹാരം. അതാണ് ഒരു മനുഷ്യൻ്റെ ആഹാരം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഡേറ്റാണ് നീ ഡേറ്റ് എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്താ വിചാരിക്കുക? നിങ്ങളുടെ മകളല്ലേ ഇത്? ലോകം മുഴുവൻ കൊട്ടിപ്പാടിയത് നിങ്ങളുടെ മകളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പോഴും നിങ്ങൾ എന്താണ് വന്നിട്ട് പറയുന്നത്? ഇപ്പോഴും നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് എന്താണ് പറയുന്നത്? ഞങ്ങളെ ദ്രോഹിക്കരുത്. നമ്മൾ ഒരാളെ പോലും ദ്രോഹിക്കാൻ വരുന്നില്ല, ഒരാളെ പോലും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ചുമ്മിയതും തുപ്പിയതും തെറ്റും നമ്മൾ നാട്ടുകാരെ അറിയിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ലവരല്ലല്ലോ. എല്ലാവരും ഒരേപോലെ കമൻ്റ് എഴുതുമോ? അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുമോ? ഇത് ചോദ്യം ചെയ്യൂലേ? ആൾക്കാർ ചോദിക്കൂലേ എന്തെന്നാ നിങ്ങൾ കേൾക്കുന്നത്, എന്തെന്നാ നിങ്ങൾ പറയുന്നതെന്ന് ആൾക്കാർ ചോദിക്കൂലേ? അതല്ലേ നടന്നത്. അല്ലാതെ ഇവിടെ എന്തെന്നാ നടക്കുന്നത്? അല്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ചു പോലും നിങ്ങൾ ഇതാക്കി പോലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ തുടർന്നോ ഇത്. പക്ഷേ ഇതിൻ്റെ അകത്ത് വന്നിട്ട് നിങ്ങൾ വ്ളോഗ് എടുക്കാൻ വിടുമ്പോൾ വ്ളോഗ് കാണണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മകൾ നിങ്ങൾക്ക് തന്നൊരു പണിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്ക്.
എൻ്റെ അമ്മ സുഖമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്ലോഗ് ഒരു മനുഷ്യന്മാർ കാണാനുണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് ഇങ്ങനെയാണ്. ഇനി നിങ്ങൾ പറ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇട്ട് തരികയാണ്. അതായത് നിങ്ങളുടെ മകളുടെ തംബ്ലൈന് ഇത് കണ്ടിട്ട് നിങ്ങൾ പറ എന്ന് പറയുമ്പോൾ അതങ്ങനെ അങ്ങ് നിങ്ങളുടെ ജീവിതം മുന്നിലേക്ക് അങ്ങ് ഇട്ട് തരികയാണ്. എല്ലാവരും എന്നാൽ കൊത്തി പറിച്ചോന്ന് പറഞ്ഞിട്ട്. അല്ലാതെ എന്ന് പറഞ്ഞ് ഇത് ആയിരിക്കാൻ നേരെ ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയും തന്നെ ഇതിൻ്റെ പേരിൽ വന്നിട്ട് ഇനി 4 ഇൻ്റർവ്യൂ വേറെയും കൊടുക്കുക, അത് കഴിഞ്ഞ് അതിൻ്റെ പേരിൽ വന്നിട്ട് 5 ഇൻ്റർവ്യൂ വേറെ കൊടുക്കുക. അതായത് നിങ്ങൾക്ക് വേണ്ടതും ഫെയിം തന്നെയാണ്. ഇനി നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്, വേറെ ഒന്നുമല്ല. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കമൻറ്റും അതുപോലെ ഇത് റിയാക്ട് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സത്യസന്ധമായ കാര്യമല്ല. നിങ്ങളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോഴും നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു ജീവിതം അതിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് തൃപ്തയല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു പരിധിയുണ്ടേ. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ജീവിക്കുന്നത് 10, 70, 80 വയസ്സ് വരെയാണ്. അതിലെന്ന് പറഞ്ഞാൽ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ കുറേ മനുഷ്യന്മാരിന് ഇപ്പോഴേ ഇഷ്ടപ്പെട്ട ആഹാരം കഴിച്ചിട്ട് ജീവിക്കുക, അതല്ലേ നല്ലത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നട്ട്സും കഴിച്ച് എന്താ പറയേണ്ടത്, 2 കശുവണ്ടിയും കഴിച്ച് പിന്നെ ഇച്ചിരി കടലയും കഴിച്ച് ജീവിക്കാതെ നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കുക. എന്നിട്ടിത് ചാനലിൻ്റെ മുന്നിൽ വന്നിട്ട് വിളമ്പാതിരിക്കുക. ആ മകളെ സൂക്ഷിച്ചോട്ടാ, ആ മകളെ കൃത്യമായിട്ട് സൂക്ഷിച്ചോർന്ന്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുമായിരുന്നു. അതായത് നിങ്ങളുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് നല്ല മാർക്കറ്റാണെന്ന് അവർക്കറിയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരുപാട് പേരുടെ കല്യാണം കഴിയുന്നുണ്ട്, പക്ഷേ അവരൊന്നും കോപ്രായം കാണിക്കുന്നില്ല. അവരൊക്കെ കോപ്രായം കാണിക്കാതെ മര്യാദയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് അവരുടെ ജീവിതമാണ് ജീവിക്കുന്നത്. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട്, ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെ സീരിയൽ നടിയുണ്ടല്ലോ, അതായത് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കോപ്രായം കാണിക്കുമായിരുന്നു. ആൾക്കാർ പറയുമ്പോൾ അയ്യോ എന്നെന്തെല്ലോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ കരിയും. അതാണ് ഉണ്ടാകുന്നത്. അതായത് ഒരാൾ ഒന്നും മിണ്ടാൻ പാടില്ല, നമ്മൾ പലതും കാണിക്കും. ഇതാണ് ചില ആൾക്കാരുടെ ഒരു നിഘണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയും വന്നിട്ട് ആരും എത്തി നോക്കിയിട്ട് ഒരു കണ്ടൻറ്റും എടുക്കൂല. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഹോം ടൂറ്, ഇങ്ങനെ ടൂറ് എന്നൊക്കെ പറഞ്ഞ് ഇത് വെളിയിൽ വിടുമ്പോഴാണ് ഇതെല്ലാവരും ഏറ്റെടുക്കുന്നതും അവിടെ പിന്നീടെന്ന് പറഞ്ഞാൽ ഇതൊരു ചർച്ചയാക്കുന്നതും. അപ്പം നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ചർച്ചയാക്കാതെ ഇരുന്നൂടെ? പറയുകയാണ്, എൻ്റെ പൊന്നു സഹോദരി, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരും ഒത്തി നോക്കാൻ വരില്ല. പക്ഷേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിച്ചോ. കാരണം എന്താണെന്നറിയാം, അവർക്കൊരു നല്ലൊരു കണ്ടൻറ്റാണ് നിങ്ങൾ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ഉറ്റുനോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ചയുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമാണത്. ആ പാളിച്ച അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമായി. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, എല്ലാവരും പ്രകാശാട്ടനെ പോലെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്ന കല്യാണം കഴിക്കുന്നവരോട് മക്കളുടെ ഈ പറച്ചിലും കേട്ടിട്ട് നിങ്ങളങ്ങ് നിൽക്കണ്ട. ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സന്തോഷവതിയായിട്ട് ജീവിക്കുന്ന അമ്മ പിന്നീട് അങ്ങ് ദുഃഖിതയായി പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ചില വിധവമാരുണ്ട്, ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ചില വിധവമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സാം കാലത്ത് ചായ അനത്തി തരാൻ ഒരാൾ വേണം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോവുക. പിന്നീട് എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ മുഴുവൻ പണിയെടുക്കേണ്ടതും ഇവർ തന്നെയായിരിക്കും. വളരെ നല്ല രീതിയിൽ ജീവിച്ച പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവശതയാണ്. പലരും നല്ല രീതിയിലല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാൾ പോലും എത്തി നോക്കാൻ വരുന്നില്ല, ഒന്നും പറയാൻ വരുന്നില്ല. നിങ്ങളെ പറ്റിയിട്ട് ഒരു വസ്തുവും പറയുന്നില്ല. പക്ഷേ ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ ഇനിയും വന്നിട്ട് ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്യരുത്. അതായത് ഇങ്ങനെ ഇൻ്റർവ്യൂ പറയരുത്. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും അതായത് നല്ല നല്ല വിശേഷങ്ങൾ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് വെജിറ്റബിൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ കരുതേണ്ടത്? ഹൈപ്പ് ചെയ്യാൻ മറന്നുകൊണ്ടാ. ബൈ. ദൂരെ നിന്നും പൊൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല.